ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രിക്സ് ടു ട്രാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB ALP CBT-3 സൈക്കോ ടെസ്റ്റിൻ്റെ സിലബസ്, ക്വസ്റ്റ്യൻ പാറ്റേൺ, അതിൻ്റെ ടൈം ഡിസ്ട്രിബ്യൂഷൻ എന്നിവ പറ്റിയാണ്. അപ്പോൾ CBT-2ൽ പാർട്ട് ബി ക്വാളിഫൈ ചെയ്തവരും, അതായത് 35% മാർക്കുള്ളവരും, പാർട്ട് എയിൽ 50 മാർക്കിന് മുകളിൽ സ്കോർ ചെയ്തവരും ഈ വീഡിയോ തീർച്ചയായും കാണണം. അപ്പോൾ ALP CBT-3 അതായത് സൈക്കോ ടെസ്റ്റിൽ പ്രധാനമായിട്ടും 5 ടെസ്റ്റ് ബാറ്ററീസാണ് വരുന്നത്. അതിലൊന്നാമത്തെയാണ് മെമ്മറി ടെസ്റ്റ്. അത് കഴിഞ്ഞ് ഫോളോയിങ് ഡയറക്ഷൻ ടെസ്റ്റ്, ഡെപ്ത് പെർസെപ്ഷൻ ടെസ്റ്റ്, കോൺസെൻട്രേഷൻ ടെസ്റ്റ്, അവസാനമായിട്ട് സിമിലാരിറ്റി ടെസ്റ്റ്. ഈ 5 ടെസ്റ്റ് ബാറ്ററീസിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യനാണ് വരുന്നത്. നമുക്കതിൽ ഓരോ എക്സാമ്പിളായിട്ട് നോക്കാം. നമുക്ക് ആദ്യം മെമ്മറി ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ മെമ്മറി ടെസ്റ്റിൽ പ്രധാനമായിട്ടും വരുന്നത് 5 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസാണ്. അതിലാദ്യതാണ് ഫിഗർ മെമ്മറി ടെസ്റ്റ്. ഈ ഫിഗർ മെമ്മറി ടെസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് ആദ്യം 2 മിനിറ്റ് കുറച്ച് ഫിഗേഴ്സ് നോക്കാൻ സമയം കിട്ടും. അത് കഴിഞ്ഞിട്ട് 2 മിനിറ്റ് നമുക്ക് ആൻസർ ചെയ്യാനുള്ള സമയമാണ്. ഇതുപോലെ നമുക്ക് 12 ക്വസ്റ്റ്യൻസ് വീതമുള്ള 2 സെറ്റാണ് ചെയ്യേണ്ടി വരിക. അങ്ങനെ ടോട്ടൽ 24 ക്വസ്റ്റ്യൻ. 2 മിനിറ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാനും, ആ 2 മിനിറ്റ് കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിന്ന് മാറും. അത് കഴിഞ്ഞ് 2 മിനിറ്റ് നമുക്ക് ഈ ആൻസർ ചെയ്യാനുള്ള സമയമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇങ്ങനെ 3 ഫിഗർ തന്നിട്ടുണ്ട്. നമ്മൾ ഈ 2 മിനിറ്റ് കൊണ്ട്, ഇതിപ്പം 3 ക്വസ്റ്റ്യനേ ഉള്ളൂ, പക്ഷേ എക്സാമിന് അങ്ങനെ ആയിരിക്കത്തില്ല. 12 ക്വസ്റ്റ്യൻസ് കാണും. 2 മിനിറ്റ് ഈ 12 ക്വസ്റ്റ്യൻ നോക്കാൻ സമയം കിട്ടും. 2 മിനിറ്റ് കൊണ്ട് ആൻസർ ചെയ്യണം. അതുപോലെ തന്നെ അടുത്ത സെറ്റിൽ 12 ക്വസ്റ്റ്യൻ കാണും. അത് 2 മിനിറ്റ് കൊണ്ട് നോക്കുക, 2 മിനിറ്റ് കൊണ്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ ടാസ്ക്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ ഈ ഫിഗർ നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത് ഓർത്ത് വയ്ക്കാനുള്ള ടിപ്പുകളും ട്രിക്സുമായിട്ട് നമ്മൾ വരും വീഡിയോകളിൽ വരുന്നതായിരിക്കും. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഈ കർവ്ഡ് പോർഷൻ ബ്ലാക്കാണ്. 3 റൗണ്ട് ഒരുമിച്ചുണ്ട്. അതുപോലെ ഇവിടെ 2 ഡാർക്കൻ ചെയ്ത 2 റൗണ്ട് പോർഷനും ഡാർക്കൻ ചെയ്യാത്ത ഒരു കർവ്ഡ് പോർഷൻ നോക്കി വയ്ക്കുക. ഇത് കഴിഞ്ഞ് ആൻസർ ചെയ്യാനുള്ള ഭാഗമാണിത്. അപ്പോൾ ഇതിൽ നമ്മൾ ആ നേരത്തെ കണ്ടിരുന്ന ഫിഗർ ഇതിൽ ഏതാണെന്നാണ് ഓപ്ഷൻ. എ ആണെങ്കിൽ എ ക്ലിക്ക് ചെയ്യണം, ബി ആണെങ്കിൽ ബി, സി ആണെങ്കിൽ സി, അങ്ങനെ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോർഷനിൽ ഒരു കർവ്ഡ് പോർഷനും ഒരു ബ്ലാക്ക് ഷെയ്ഡ് ചെയ്ത കർവ്ഡ് പോർഷനും ഒരു റൗണ്ടും ഇതുപോലൊരു ഫിഗറുമായിരുന്നു. അപ്പം എ ആണ് ആൻസർ. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഈ ഫിഗറായിരുന്നു. അതുപോലെ രണ്ടാമത്തെ ഫിഗർ അത് ഇതായിരുന്നു, സി ആയിരുന്നു. ഇവിടെ കാണാൻ പറ്റും. അടുത്ത മൂന്നാമത്തത് ഇ ആണ്. ഇതുപോലെയാണ് ഇത് ചെയ്യേണ്ടത്. അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ ഫിഗർ ടു ഫിഗർ ടെസ്റ്റാണ്. ഫിഗർ ടു ഫിഗർ ടെസ്റ്റിൽ നമുക്ക് 20 ക്വസ്റ്റ്യൻ വീതമുള്ള 2 സെറ്റാണ് വരുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരു 2.5 മിനിറ്റോളം കിട്ടും. അതുപോലെ തന്നെ ആൻസർ ചെയ്യാൻ അടുത്ത 2.5 മിനിറ്റ്. ഇങ്ങനെയാണ് അതിൻ്റെ ടൈം ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഫിഗർ ടു ഫിഗർ ടെസ്റ്റ് എന്തെന്ന് നോക്കാം. ഫിഗർ ടു ഫിഗർ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 ഫിഗർ തന്നിരിക്കും. അതായത് കോറിലേറ്റ് ചെയ്ത് ഒരു കോളത്തിൽ തന്നെ 2 ഫിഗറായിട്ട്. ഇതിപ്പോൾ ഒരാളും ഒരു എയറോപ്ലെയിനുമാണ്, അതുപോലെ ട്രാക്ടറും ഒരു വിമാനമാണ്. ഇങ്ങനെ തന്നിരിക്കും. നമ്മൾ ഒരു 2.5 മിനിറ്റ് കൊണ്ട് ക്വസ്റ്റ്യൻസ് എല്ലാം ഓർക്കുക. ഇത് എക്സാമ്പിൾ ക്വസ്റ്റ്യനാണ്. നമുക്ക് എക്സാമിന് പോകുമ്പോൾ 20 ക്വസ്റ്റ്യനാണ് വരിക. മിനിമം 20 ക്വസ്റ്റ്യനാണ്. 20 ക്വസ്റ്റ്യൻ വീതമുള്ള 2 സെറ്റാണ് വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മളൊന്ന് നോക്കുക. അത് കഴിഞ്ഞ് ആൻസർ ചെയ്യാനുള്ള പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ്. നമുക്ക് ആദ്യത്തെ ഒരു ഫിഗർ തരും. അതിൻ്റെ കൂടെ ഏത് ഫിഗറായിരുന്നു അവിടെ തന്നിരുന്നത് ഇതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യത്തെ ഫിഗർ നമുക്കറിയാം, ഈ ഒരാളും ഈ ഒരു എയറോപ്ലെയിനാണ് തന്നിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഫിഗറും ഓർത്ത് വെച്ച് ചെയ്യാൻ പറ്റും. അടുത്ത വരുന്നതെന്ന് പറയുന്നത് ട്രാക്ക് മെമ്മറി ടെസ്റ്റാണ്. ട്രാക്ക് മെമ്മറി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ 12 ക്വസ്റ്റ്യൻ വീതമുള്ള 2 സെറ്റ് കാണും. ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടി 2 മിനിറ്റ്, ആൻസർ ചെയ്യാനായിട്ട് 2 മിനിറ്റ്. ഇങ്ങനെയാണ് ടൈം ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ ട്രാക്ക് മെമ്മറി ടെസ്റ്റിൽ നമുക്കിതുപോലെ കുറച്ച് ട്രാക്ക് തന്നിരിക്കും. ആ ട്രാക്കിൽ കുറച്ച് സ്റ്റേഷൻ്റെ പോയിൻറ്റുകളും ഷോർട്ട് ഫോമായിട്ട് ഇങ്ങനെ തന്നിരിക്കും. അപ്പോൾ ഇത് നമ്മൾ 2 മിനിറ്റ് കൊണ്ട് നോക്കി വയ്ക്കുക. അത് കഴിഞ്ഞ് ആൻസർ ചെയ്യാനുള്ള പോർഷൻ എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും. നമുക്ക് ആ ട്രാക്ക് തന്നിരിക്കും. സ്റ്റേഷൻ ഒരു ABCD ഇങ്ങനെ തന്നിരിക്കും. ഇതിൽ എ ഏതായിരുന്നു, ബി ഏതായിരുന്നു, ഇതാണ് നമ്മുടെ
നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു സ്റ്റേഷൻ ബ്ലാങ്ക് ആണ്, അത് കഴിഞ്ഞ് SKT, അത് കഴിഞ്ഞ് ഇവിടെ ഒരു സ്റ്റേഷൻ ബ്ലാങ്ക് ആണ്, അത് കഴിഞ്ഞ് ANR, ഇങ്ങനെ ഒരു ടൈപ്പിലാണ് വരുന്നത്. ഇനി നമുക്ക് ആൻസർ നോക്കുമ്പോൾ ഈ C എന്ന് പറയുന്ന പോർഷനിൽ ഏതായിരുന്നു, B എന്ന് പറയുന്ന പോർഷനിൽ എന്തായിരുന്നു, Dയിൽ എന്തായിരുന്നു, Aയിൽ എന്തായിരുന്നു, ഇതാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ട്രിക്കുകളും ടിപ്സുമായിട്ട് വരുന്ന വീഡിയോയിൽ വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരം ക്വസ്റ്റ്യനിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രാക്കിൻ്റെ നെയിം, അതിൻ്റെ പൊസിഷൻ നോക്കി വയ്ക്കുക. ഇനി ഈ സ്റ്റേഷനിൽ ഏതൊക്കെയായിരുന്നു തന്നിരുന്നത്, അതായത് ഇവിടെ C ഇത് A സ്റ്റേഷനായിരുന്നു, B A സ്റ്റേഷനായിരുന്നു, Dയിൽ എന്തായിരുന്നു, Aയിൽ എന്തായിരുന്നു, എങ്ങനെയാണ്. ഇപ്പം നമുക്കറിയാം നേരത്തെയുള്ള ക്വസ്റ്റ്യനിൽ C എന്നുള്ള സ്റ്റേഷനിൽ ബ്ലാങ്ക് ആയിരുന്നു, ഇവിടെ ചെക്ക് ചെയ്യാം ബ്ലാങ്ക് ആയിരുന്നു. അടുത്ത രണ്ടാമത്തെ Bയിൽ ഇതിലേത് സ്റ്റേഷനായിരുന്നു, SKT എന്നായിരുന്നു 11. ഈ 11ാമത്തെ സ്റ്റേഷനാണ് ഇവിടെ വരുന്നത്. അപ്പോൾ 11ആയിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് B. ഇതുപോലെയാണ് നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടി വരിക. അടുത്തായിട്ട് വരുന്നത് ഫിഗർ ടു നമ്പർ ടെസ്റ്റാണ്. ഫിഗർ ടു നമ്പർ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ 21 ക്വസ്റ്റ്യൻ വീതമുള്ള 2 സെറ്റ് കാണും. അത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനും ആൻസർ ചെയ്യാനും കൂടെ 10 മിനിറ്റ്, അതായത് ക്വസ്റ്റ്യൻ കാണാൻ 5 മിനിറ്റ്, ആൻസർ ചെയ്യാൻ 5 മിനിറ്റ്, ഇങ്ങനെയാണ് അതിൻ്റെ ടൈം ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ ഫിഗർ ടു നമ്പർ ടെസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫിഗർ ടു നമ്പർ ടെസ്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എക്സാമ്പിളാണിത്. അപ്പോൾ ഇതിൽ ഒരു ഫിഗർ തന്നിരിക്കും, ആ ഫിഗറിൻ്റെ അടുത്ത് തന്നെ ഒരു നമ്പർ തന്നിരിക്കും. അപ്പോൾ നമ്മളിതുപോലെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി വയ്ക്കുക, അതായത് ഈ ഫിഗറും ഈ നമ്പരും കൂടെ റിലേറ്റ് ചെയ്ത് വെക്കാൻ എന്തെങ്കിലും ഉണ്ടോ. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ കസേരയ്ക്ക് താഴെ ഇതുപോലെ 3 കാലുണ്ട്, അതുപോലെ ഇവിടെ ഒരു കൈപിടിയുമുണ്ട്. അപ്പം 3 കാലും ഒരു കൈപിടിയും, അപ്പം 3, 4 അങ്ങനെ ഓർത്ത് വയ്ക്കാം. അല്ലെങ്കിൽ 3 കാല് ഇവിടെയുണ്ട്, കാണാൻ പറ്റും. പിന്നെ ഇതൊരു 4 ഇങ്ങനെ ഇതുപോലെ ഒരു 4 ഫോം ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും ഓർത്ത് വയ്ക്കാൻ പറ്റും. അതുപോലെ ബാക്കിയുള്ള ഫിഗർ നമ്മൾ ഓർത്ത് വയ്ക്കാൻ നോക്കുക. അപ്പോൾ ഫിഗർ നമ്പർ ടെസ്റ്റിൽ എന്ന് പറയുന്നത് ഒരു ഫിഗറും തന്നിരിക്കും, അതിൻ്റെ അടുത്ത് തന്നെ 2 ഡിജിറ്റ് നമ്പർ അല്ലെങ്കിൽ 1 ഡിജിറ്റ് നമ്പർ അങ്ങനെ തന്നിരിക്കും. അപ്പോൾ നമ്മൾ അത് ഒന്ന് ഓർത്ത് വയ്ക്കുക, ഫിഗറും നമ്പറും കൂടെ റിലേറ്റ് ചെയ്ത് ഓർത്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ആൻസറിൻ്റെ ഷീറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും, ആൻസർ ചെയ്യാനുള്ള പോർഷൻ അത് ഇങ്ങനെയായിരിക്കും. ഫിഗർ തരും, ആ ഫിഗറുമായിട്ട് റിലേറ്റ് ചെയ്ത നമ്പർ ഏതായിരുന്നു. ഇപ്പോൾ ബസ് എന്ന് പറയുന്നത് 10 ആണ്, ഇപ്പോൾ 1 എന്ന് പറയുന്ന ആൻസർ C ആണ്. അതുപോലെ പെൻ, ഇതെല്ലാം നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും. അതാണ് ഫിഗർ ടു നമ്പർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഫിഗർ ടു നമ്പർ ടെസ്റ്റിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഇതിലും ഫിഗറും നമ്പറും ഇങ്ങനെ തന്നിരിക്കും. നമ്മളതുപോലെ ഈ ഫിഗർ ഏത് നമ്പറുമായിട്ടും റിലേറ്റ് ചെയ്യുന്നു കണ്ടുപിടിക്കണം, അത് ചെയ്യണം. അടുത്ത വരുന്ന പറയുന്നത് ഹൗസ് ആൻഡ് പ്ലേസ് ടെസ്റ്റാണ്. ഇതെന്ന് പറഞ്ഞാൽ 12 ക്വസ്റ്റ്യൻ വീതമുള്ള 2 സെറ്റാണ് വരുന്നത്. ക്വസ്റ്റ്യൻ നോക്കാൻ 2 മിനിറ്റ്, അതുപോലെ ആൻസർ ചെയ്യാൻ 2 മിനിറ്റ്, അങ്ങനെയാണ് ടൈം ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ ഹൗസ് ആൻഡ് പ്ലേസ്, അതായത് ഹൗസ് ഓർ ബിൽഡിംഗ് പ്ലേസ് ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിലായി ഇങ്ങനെ നമുക്ക് സിക്സാഗായിട്ട് കുറച്ച് ബിൽഡിങ്ങിൻ്റെ ഫിഗർ തന്നിരിക്കും. അപ്പോൾ നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ ഫീച്ചേഴ്സും അതുപോലെ അതിൻ്റെ പൊസിഷനും ഒന്ന് ഓർത്ത് വയ്ക്കുക. നമുക്ക് ഒരു 2 മിനിറ്റ് ഇത് നോക്കാൻ സമയം കിട്ടും. ഇപ്പോൾ നമ്മുടെ ടെസ്റ്റ് പേജ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്, അതായത് നമ്മുടെ ആൻസർ ചെയ്യാനുള്ള പോർഷൻ. അപ്പോൾ ഇവിടെ ഈ ബിൽഡിങ്സ് ഇവിടെ ഏതൊക്കെ പോർഷനിലായിരുന്നു എന്നാണ് നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ പറയുന്നതാണ് ഹൗസ് ഓർ ബിൽഡിംഗ് പ്ലേസ് ടെസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ ഫിഗറും അതിൻ്റെ ഫീച്ചേഴ്സും ഓർത്ത് വയ്ക്കണം, ഏത് പ്ലേസിലാണ് ഇരുന്നതെന്ന് ഓർത്ത് വയ്ക്കണം. അത് കഴിഞ്ഞ് ഈ ടെസ്റ്റ് പേജിൽ നമ്മൾ ആ ബിൽഡിങ് ഏത് പോർഷനിലാണെന്ന് ഫില്ല് ചെയ്യണം. അടുത്ത വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനാണ് ഫോളോയിങ് ഡയറക്ഷൻ ടെസ്റ്റ്. ഇപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് ടേബിൾ ടെസ്റ്റ്, ക്ലോക്ക് ടെസ്റ്റ് എന്നിവയാണ്. അപ്പോൾ നമ്മൾ ഇത് ഈ പറയുന്ന ക്വസ്റ്റ്യൻ എല്ലാം എങ്ങനെ ചെയ്യുന്നുള്ള ടിപ്സ് വരും വീഡിയോയിൽ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ആദ്യം പറഞ്ഞ പോലെ ഇതിന് നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിളായിട്ട്, അതായത് ഏതൊക്കെ ക്വസ്റ്റ്യനാണ് വരുന്നത്, ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെയാണെന്ന് ബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഫോളോയിങ് ഡയറക്ഷൻ ടെസ്റ്റിൽ പ്രധാനമായിട്ട് വരുന്നത് ടേബിൾ ടെസ്റ്റാണ് വരുന്നത്. അപ്പോൾ ടേബിൾ ടെസ്റ്റിൽ 10 ക്വസ്റ്റ്യൻസാണ് വരുന്നത്. അത് ചെയ്തതായിട്ട് നമുക്കൊരു 5 മിനിറ്റ് കിട്ടും. അതുപോലെ വരുന്നതാണ് ക്ലോക്ക് ടെസ്റ്റ്, അത് 20 ക്വസ്റ്റ്യൻ വരും. അത് ചെയ്യാനൊരു 10 മിനിറ്റ് ആണ് സമയം കിട്ടുക. അപ്പോൾ ഫോളോയിങ് ഡയറക്ഷൻ ടെസ്റ്റിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ടേബിൾ ടെസ്റ്റ്. ടേബിൾ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിലൊരു ടേബിൾ തന്നിരിക്കും, അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യനും തന്നിരിക്കും.
അപ്പോൾ ഈ ഇതിൻ്റെ ടേബിളിൻ്റെ അവർ തന്നിരിക്കുന്ന ഡയറക്ഷൻ വായിച്ച് നോക്കിയിട്ട് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. ഇതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ മിനിമം ഒരു 10 ക്വസ്റ്റ്യൻ കാണും. ഒരു 5 മിനിറ്റ് കൊണ്ടായിരിക്കും നമുക്കിത് ചെയ്യേണ്ടി വരിക. അപ്പോൾ നമുക്ക് ഇതിൽ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ലെറ്റർ ഈസ് ബിറ്റ്വീൻ 2 Ds ഇൻ ദ റോ 1? അപ്പോൾ റോ 1ൽ 2 Dsൻ്റെ ബിറ്റ്വീനായിട്ട് എന്താണ് വരുന്നത്? ഇ ആണ് വരുന്നത്. അപ്പം ഇവിടെ ആൻസർ ഷീറ്റിൽ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ABCDEF എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ താഴെ ക്വസ്റ്റ്യൻ നമ്പേഴ്സും. അപ്പോൾ നമ്മുടെ ആൻസർ എ ആണെങ്കിൽ 1 ഷെയ്ഡ് ചെയ്യണം. ബി ആണെങ്കിൽ നമുക്കിത് OMR ഷീറ്റിലാണ് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. പക്ഷേ നമ്മുടെ CBT-3 സൈക്കോ ടെസ്റ്റ് വരുന്നത് ഓൺലൈനാണ്. അപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് ടിക്ക് ചെയ്യേണ്ടിയായിരിക്കും വരുന്നത്, അതായത് ക്ലിക്ക് ചെയ്യേണ്ടിയായിരിക്കും വരുന്നത്. ഈ എക്സാമ്പിൾ നോക്കുക. നമുക്ക് ആദ്യം ടേബിൾ ടെസ്റ്റിൽ ഇതുപോലൊരു ടേബിൾ തന്നിരിക്കും. അതിൻ്റെ ഡയറക്ഷൻസ് നമ്മൾ വായിച്ചു ടേബിൾ നോക്കുന്നതിനോടൊപ്പം തന്നെ ആ ഡയറക്ഷൻസും വായിച്ച് നോക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് അടുത്ത സെഷനിലോട്ട് നോക്കാം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഡെപ്ത് പെർസെപ്ഷൻ ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. ഈ ഡെപ്ത് പെർസെപ്ഷൻ ടെസ്റ്റിൽ ഇതുപോലെ നമുക്ക് കുറച്ച് ബ്രിക്കുകൾ തന്നിരിക്കും. ഈ ബ്രിക്കിൽ ഇപ്പം ഓരോ ABCDE ഇങ്ങനെ ലേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ A എന്ന് പറയുന്ന ബ്രിക്കിനെ ടച്ച് ചെയ്ത് എത്ര ബ്രിക്കുകളുണ്ട്, അതുപോലെ B എന്ന് പറയുന്ന ബ്രിക്കിനെ ടച്ച് ചെയ്ത് എത്ര ബ്രിക്കുണ്ട്, ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. ഇങ്ങനെ ഒരു 10 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഒരു സെറ്റിൽ 5 ക്വസ്റ്റ്യൻ കാണും. അങ്ങനെ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടി വരും. ഒരു 50 ക്വസ്റ്റ്യൻസ് കാണും. ഈ 50 ക്വസ്റ്റ്യൻസ് 5 മിനിറ്റ് കൊണ്ടാണ് നമുക്ക് ചെയ്യേണ്ടി വരിക. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി ബ്രിക്സ് ആർ ബീയിങ് ടച്ച്ഡ്? എ എന്ന് പറയുന്ന ബ്രിക്ക് എത്ര ബ്രിക്കിനെ ടച്ച് ചെയ്തിട്ടുണ്ട്? അപ്പോൾ നമ്മളതിൻ്റെ ഓരോ സൈഡ് നോക്കുക. അത് ഈ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ബ്രിക്ക് ടച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ടോപ്പ് സൈഡിൽ നമ്മൾ ഒരിക്കലും എഡ്ജ് നോക്കരുത്, അതിൻ്റെ ഓരോ സൈഡാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ സൈഡിൽ ഈ ഒരു ബ്രിക്ക്, അടുത്തതെന്ന് പറയുന്നത് ഇതിൻ്റെ ടോപ്പിലായിട്ട്, അങ്ങനെ 2 ബ്രിക്കാണ് ഇതിനെ ടച്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് 2 ആണ്. അതായത് നമുക്കിവിടെ ആൻസർ ചെയ്യേണ്ടി വരുമ്പോൾ ഇതുപോലെ 1 മുതൽ 10 വരെ ഇങ്ങനെ കോളമായിട്ട് തന്നിരിക്കും, റൗണ്ടഡ് പോർഷനായിട്ട് തന്നിരിക്കും. ഇതിൽ നമ്മുടെ ആൻസർ ചെയ്യാമെന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടിയായിരിക്കും വരിക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ബി എന്ന് നോക്കാം. ബി എന്ന് പറയുന്നത് ഈ ബ്രിക്കാണ്. ഇത് എത്ര ബ്രിക്കിനെ ടച്ച് ചെയ്തിട്ടുണ്ട്? അത് ടോപ്പിൽ 1, അത് കഴിഞ്ഞ് ഇവിടെ താഴെ 2, 3, 4. അപ്പം 4 ഇതിൻ്റെ ആൻസർ വരുന്നത്. 4 ബ്രിക്ക് ടച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് വരുന്നതെന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ടെസ്റ്റാണ്. കോൺസെൻട്രേഷൻ ടെസ്റ്റിൽ വരുന്നത് പ്രധാനമായിട്ടും യെസ് ഓർ നോ ടെസ്റ്റ് അല്ലെങ്കിൽ ഡിജിറ്റ് സെർച്ച് ടെസ്റ്റ്, അതിന് വേറൊരു പേരാണ് ഫൈൻഡ് 6 ടെസ്റ്റ്. കോൺസെൻട്രേഷൻ ടെസ്റ്റിൽ ആദ്യമായിട്ട് വരുന്നത് യെസ് ഓർ നോ ടെസ്റ്റ് എന്ന ടെസ്റ്റാണ്. അപ്പോൾ യെസ് ഓർ നോ ടെസ്റ്റിൽ നമ്മൾ ഡയറക്ഷൻ ഒന്ന് വായിച്ചു നോക്കുക. ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെഫ്റ്റും റൈറ്റും സെയിം ആണെങ്കിൽ യെസ് എന്ന് ക്ലിക്ക് ചെയ്യുക. ലെഫ്റ്റും റൈറ്റും സെയിം അല്ല, എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഡിജിറ്റിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നോ കൊടുക്കുക. ഇതാണ് നമ്മൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ വരുന്നത്. ഇത്തരം ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ഈ ലാസ്റ്റ് 4 ഡിജിറ്റ് പെട്ടെന്ന് നോക്കുക. അങ്ങനെ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. ഓടിച്ച് നിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ലാസ്റ്റ് 4 നമ്പർ 12, 23, പക്ഷേ റൈറ്റ് സൈഡിൽ അല്ല 12, 13 ആണ്. ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നമ്പർ ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നോ ചെയ്യുക. ഇനി സെയിം ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ നമ്മൾ യെസ് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെയാണ് യെസ് ഓർ നോ ടെസ്റ്റിൻ്റെ പാറ്റേൺ വരുന്നത്. അപ്പോൾ അടുത്ത വരുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് ഫൈൻഡ് 6 ടെസ്റ്റ് അല്ലെങ്കിൽ ഡിജിറ്റ് സെർച്ച് എന്നായിരിക്കും വരുന്നത്. ഇപ്പം ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ വരുന്നത് 6 എന്ന് പറയുന്ന ഡിജിറ്റ് ഉണ്ടെങ്കിൽ നമ്മളതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡയറക്ഷൻ ഒന്ന് വായിച്ചോ. ഡയറക്ഷൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ ഇങ്ങനെ ABCD ഇങ്ങനെ കുറച്ച് കോളത്തിൽ നമുക്ക് ഡിജിറ്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ 6 വരുന്നത് ഏത് കോളത്തിലാണോ അതാണ് നമ്മുടെ ആൻസർ. ഇനി 6 ഒരു ഡിജിറ്റിലും, അതായത് ഈ തന്നിരിക്കുന്ന ഒരു നമ്പേഴ്സിലും 6 എന്ന് പറയുന്ന ഡിജിറ്റ് ഇല്ലെങ്കിൽ നമ്മൾ ആൻസർ എന്ന് പറയുന്നത് E ആയിരിക്കും. ഇങ്ങനെയാണ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൽ 6 ഉണ്ടാകുന്ന നോക്കുക, ഒന്ന് ഓടിച്ച് നോക്കുക. ഇല്ല, അതാ ഇവിടെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് C ആണ്. അതായത് D എന്ന് പറയുന്നതിലും 6 ഇല്ല, B എന്ന് പറയുന്നതിലും 6 ഇല്ല, A എന്ന് പറയുന്ന നമ്പറിലും 6 ഇല്ല. 6 വരുന്ന ഈ C എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഫൈൻഡ് 6 ടെസ്റ്റ് അല്ലെങ്കിൽ ഡിജിറ്റ് സെർച്ച് ടെസ്റ്റ് എന്ന് പറയുന്നതിൽ 75 ക്വസ്റ്റ്യനാണ് വരിക. അത് നമുക്കൊരു 5 മിനിറ്റ് കൊണ്ടായിരിക്കും ഈ ചെയ്യേണ്ടി വരിക. അതിൻ്റെ ആൻസർ ഏകദേശം ഇതുപോലെ ആയിരിക്കും വരുന്നത്. ഇനി അടുത്ത വരുന്ന ടെസ്റ്റാണ് സിമിലാരിറ്റി ടെസ്റ്റ്. ഇപ്പോൾ സിമിലാരിറ്റി ടെസ്റ്റിൽ വരുന്നത്
ഒരു 75 ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്കൊരു 4 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ 96 ക്വസ്റ്റ്യൻ 5 മിനിറ്റ് കൊണ്ട് ചെയ്യാനായിരിക്കും വരുന്നത്. അപ്പോൾ സിമിലാരിറ്റി ടെസ്റ്റ് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം സിമിലാരിറ്റി ഫിഗർ ടെസ്റ്റ് ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് കുറച്ച് ഫിഗർ തന്നിരിക്കും. ഈ ലെഫ്റ്റ് സൈഡിൽ തന്നിരിക്കുന്ന ഫിഗർ റൈറ്റ് സൈഡിൽ ഏത് ഫിഗറുമായിട്ടാണ് മാച്ച് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ജസ്റ്റ് എക്സാമ്പിളായിട്ട് നോക്കാം. ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ എ എന്ന് പറയുന്ന ഈ കാറ് റൈറ്റ് സൈഡിൽ ഏത് കാറുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്, സെയിം ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ അറിയാം റൈറ്റ് സൈഡിൽ എ എന്ന് പറയുന്നത് മാച്ച് ചെയ്യുന്നത് ബി യു ആയിട്ടാണ്. അതുപോലെ ബി എന്ന് പറയുന്ന ഈ ഫിഗർ, അതായത് ഇവിടെ ഒരു ബ്ലാക്ക് പോർഷൻ ഉണ്ട്, അതായത് സി യുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്. അതുപോലെ സി ഇത് നോക്കുകയാണെങ്കിൽ ഇത് ഡി യു ആയിട്ടാണ് മാച്ച് ചെയ്യുന്നത്. അതിൽ ഈ ഡി എന്ന് പറയുന്നത് ഇവിടെ ഈ എ എന്ന് പറയുന്ന ഫിഗറായിട്ട് മാച്ച് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ CBT-3 സൈക്കോ ടെസ്റ്റിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ, അതിൻ്റെ ടൈം ഡിസ്ട്രിബ്യൂഷൻ ഏകദേശം ഇതുപോലെയാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് ഈ CBT-3 സൈക്കോ ടെസ്റ്റിൽ വരുന്ന ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയതാണ്. നമുക്കറിയാം CBT-3 സൈക്കോ ടെസ്റ്റ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന പ്രകാരം ഈ വരുന്ന ഏപ്രിൽ 16-നാണ് എക്സാം നടക്കാനിരിക്കുന്നത്. ഏപ്രിൽ 6-ാം തീയതി CBT-2 ടെസ്റ്റിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ CBT-3 സൈക്കോ ടെസ്റ്റ് എഴുതാൻ പോകുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്യാനുള്ള ടിപ്സും ട്രിക്സുമായിട്ട് നമ്മൾ വരും വീഡിയോയിൽ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വരും വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉടൻ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.